Hello, welcome to YouTube. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ലിനക്സിൻ്റെ കമാൻഡ്സ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ചില ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ കുറച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് കമാൻഡ്സ്, അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് എപ്പോഴാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ലിനക്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ എല്ലാം GUI വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് GUIനേക്കാളും കുറച്ചും കൂടി വളരെ സിമ്പിളായിട്ട് നമുക്ക് കീബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെ ടെർമിനൽ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കമാൻഡ്സാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കമാൻഡ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും നമുക്കൊരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ് ടെർമിനൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടെർമിനൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ Alt Control T എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കീ കോമ്പിനേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, Alt Control T എന്ന് പറഞ്ഞിട്ട് സംഭവം നമ്മൾ ഇനി എല്ലാം കീബോർഡ് യൂസ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റും, ടെർമിനൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടെർമിനൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക സംഭവങ്ങളിലും നമ്മൾ ഹോം ഫോൾഡറിലായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അതായത് നമ്മളൊരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു ഹോം ഫോൾഡറിൽ, അതായത് നമ്മൾ കറണ്ട് യൂസർ ഏതാണോ ആ യൂസറിൻ്റെ ഹോം ഫോൾഡറിലായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് അനൂപ് എന്നാണ്. സോ എൻ്റെ ഹോം ഫോൾഡറിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഫോൾഡർ ഏതാണ് അല്ലെങ്കിൽ നിൽക്കുന്ന പൊസിഷൻ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കമാൻഡാണ് പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി, അതായത് PWD. ഓക്കെ, PWD എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറൻ്റ്ലി നിൽക്കുന്ന പൊസിഷൻ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹോം എന്ന് പറഞ്ഞിരിക്കുന്ന ഡയറക്ടറിക്കകത്ത് അനൂപ് എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് എൻ്റെ യൂസർ നെയിമാണ്, അതിനകത്തുള്ള ഡയറക്ടറിയിലാണ് ഞാൻ ഓൾറെഡി നിൽക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നമുക്ക് ലിനക്സിൽ PWD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫയൽ എക്സ്പ്ലോററിൽ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ടെർമിനൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഒരു ഉബുണ്ടുവിൻ്റെ കുറച്ച് അല്ലെങ്കിൽ ലിനക്സിൻ്റെ കുറച്ച് ലേറ്റസ്റ്റ് വേർഷൻസിലാണ് അവൈലബിൾ ആവുള്ളൂ. ഏറ്റവും പ്രീവിയസ് വേർഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാത്തത്. അപ്പോൾ നമ്മളിവിടെ PWD എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഡയറക്ടറിയിലുള്ള ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഹോം ഫോൾഡറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോം ഫോൾഡറിൽ എനിക്ക് ഡെസ്ക്ടോപ്പിലോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഡെസ്ക്ടോപ്പിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടറിയിലോട്ടോ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയണമെങ്കിൽ നമ്മൾ കറൻ്റ്ലി നിൽക്കുന്ന ഡയറക്ടറിയിൽ എന്തൊക്കെ ഫോൾഡേഴ്സ് ഉണ്ട് നമുക്കറിയണം. ഓക്കെ, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് LS എന്ന് പറയുന്നത്. LS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ്. LS എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറഞ്ഞ കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻ്റ്ലി നിൽക്കുന്ന ഡയറക്ടറിയിലുള്ള എല്ലാ ഡയറക്ടറീസും ഫയൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഇവിടെ നമുക്ക് ഡോട്ട് ഫയൽസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഡോട്ട് ഫയൽസ് കാണുന്നുണ്ടെങ്കിൽ LS-A എന്നടിക്കണം. അപ്പോൾ LS-A എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോട്ട് ഫയൽസ് അടക്കം നമുക്ക് കാണാൻ പറ്റും. .bash ഡയറക്ടറി ഇതൊക്കെ ഡോട്ട് ഫയൽസ് ആണ്. ഓക്കെ, ഇത് കൂടാതെ തന്നെ LL എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. LL എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ലിസ്റ്റ് ചെയ്ത് നമുക്ക് കാണിക്കും. ഓക്കെ, നമുക്ക് ഇതാണ് നമ്മുടെ കറൻ്റ്ലി നിൽക്കുന്ന ഡയറക്ടറിയിലുള്ള എല്ലാ ഫയൽസും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. LS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഡെസ്ക്ടോപ്പ് നമ്മളൊരു ഫോൾഡർ കാണാൻ പറ്റും അല്ലേ, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെൻ്റ്, ഡൗൺലോഡ്സ്. ഈ സെയിം ഫോൾഡേഴ്സ് തന്നെ നമുക്ക് നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾറെഡി ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഹോം, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെൻ്റ്, ഡൗൺലോഡ്സ്, മ്യൂസിക്, പിക്ചേഴ്സ്, വീഡിയോസ്, എല്ലാ കാര്യങ്ങളും നമുക്കതിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഏതിലും കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് നമ്മുടെ ടെർമിനലിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഇവിടെ ഫയൽ എക്സ്പ്ലോറിൽ പോയിട്ട് എനിക്ക് ഡെസ്ക്ടോപ്പ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലോട്ട് പോകില്ലേ, അതേപോലെ തന്നെ നമുക്കൊരു ഫോൾഡറിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൾഡറിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ് CD, ചേഞ്ച് ഡയറക്ടറി. ഓക്കെ, CD എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറിയാണ്. CD എന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഏതാണോ ഡയറക്ടറുടെ പേര്, അതായത് ഫോൾഡറിൻ്റെ പേര്, അതിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഡെസ്ക്ടോപ്പ് എന്ന് അടിച്ചിട്ട് ഡെസ്ക്ടോപ്പ് നമ്മൾ ഫുൾ അടിക്കേണ്ട, ഡെസ്ക്ടോപ്പ് DE എന്ന് അടിച്ചിട്ട് നമ്മൾ ടാബ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡെസ്ക്ടോപ്പ് നമുക്ക് ഫില്ലായിട്ട് വരും. ഓക്കെ, അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ട് പോയി. ഈ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കറൻ്റ്ലി ഉള്ള വർക്കിംഗ് ഡയറക്ടറിയിലുള്ള എന്തൊക്കെ കമാൻഡ്സ്, എന്തൊക്കെ ഫോൾഡേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫയൽസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ LS അടിക്കുക. അപ്പോൾ നമുക്ക് ഇതിലുള്ള എല്ലാ
ഫയൽസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വീണ്ടും നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡറിലോട്ട് പോകണമെങ്കിൽ നമുക്ക് വീണ്ടും അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. LS അടിക്കാം, നമുക്ക് ഇതിലുള്ള ഫോൾഡേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് കമാൻഡ് പഠിച്ചു, CD കമാൻഡ് പഠിച്ചു, PWD കമാൻഡ് പഠിച്ചു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു. ഓക്കെ, ടു ഡു ആപ്പ് എന്ന് പറഞ്ഞ ഫയലിലാണ് ഫോൾഡറിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ todo.py എന്ന് പറഞ്ഞ ഫയലിനെ എനിക്കൊന്ന് കോപ്പി ചെയ്തിട്ട് പുതിയൊരു ഫയലാക്കി മാറ്റണം. അതായത് അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് CP എന്ന് പറഞ്ഞത്. CP എന്ന് പറഞ്ഞാൽ കോപ്പി എന്നാണ് അതിൻ്റെ അർത്ഥം. CP എന്ന് പറഞ്ഞാൽ കോപ്പി. അപ്പോൾ CP todo.py എന്ന് പറഞ്ഞ ഫയലിനാണ് എനിക്ക് കോപ്പി ചെയ്യേണ്ടത്. അതിനെനിക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ to do copy1.py എന്ന് പറഞ്ഞ ഫയലാണ് എനിക്ക് ആക്കണ്ടെങ്കിൽ to_copy.py എന്നാക്കിയിട്ട് എനിക്ക് മാറ്റണമെങ്കിൽ അതിൻ്റെ കോപ്പി ആയിട്ട് മാറ്റും. അപ്പോൾ CP എന്ന് എഴുതുക, അതിനുശേഷം അതിൻ്റെ നമ്മൾ ഏത് ഫയലാണോ കോപ്പി ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ പേരടിക്കുക, എന്ത് പേരിലോട്ടാണ് കോപ്പി ചെയ്യണമെങ്കിൽ അതിൻ്റെ പേരടിക്കുക. ഓക്കെ, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വീണ്ടും LS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ to_copy.py എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെയിം കോപ്പിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീനെയിം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫയലിനെ മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് റീനെയിം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ലിനക്സിലില്ല. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ് മൂവ് എന്ന് പറഞ്ഞിട്ടുള്ള. മൂവ് ചെയ്യാന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് റീനെയിം ചെയ്യാനോടി പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ to-do ആപ്പിനകത്ത് നിന്ന് എനിക്ക് ഇതിൻ്റെ ഡെസ്ക്ടോപ്പിലോട്ട് todo.py എനിക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി MV എന്നടിക്കുക, മൂവ് MV, അതിനുശേഷം todo.py എന്നടിക്കുക. അതിനുശേഷം എനിക്ക് ഡെസ്ക്ടോപ്പിലോട്ടാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ home/Anoop/desktop. ഓക്കെ, ഇതാണ് നമ്മുടെ കറൻ്റ് ഉള്ള നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ. അതിൽ നമ്മൾ ഓൾറെഡി ഡെസ്ക്ടോപ്പിൻ്റെ എന്താണ് നോക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടിച്ച് അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലോട്ട് ഇതിനെ മൂവ് ചെയ്തു. ഇപ്പോൾ LS അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ todo.py കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കുറച്ച് ഡെസ്ക്ടോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഡെസ്ക്ടോപ്പിനകത്ത് to do ആപ്പ് എന്ന് പറഞ്ഞ ഫയലിനകത്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് ഡെസ്ക്ടോപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പ്രീവിയസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ CD അടിക്കുക, രണ്ട് ഡോട്ട് അടിക്കുക, ഡാഷ് അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെസ്ക്ടോപ്പിലോട്ട് പോകും. ഓക്കെ, വീണ്ടും എനിക്ക് ബാക്കിലോട്ട് പോകണമെങ്കിൽ CD // അപ്പോൾ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോമിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ PWD അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോമാണ് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ CD ഡെസ്ക്ടോപ്പ് അടിച്ചു. ഇനി എനിക്ക് ഈ todo.py ഉണ്ടല്ലോ, ഇവിടെ todo.py എന്ന് പറഞ്ഞ ഫയൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്നുണ്ടാവും. todo.py ഉണ്ട്. ഇനി ഇതെനിക്ക് വീണ്ടും എങ്ങോട്ട് മൂവ് ചെയ്യണം, to-do ആപ്പിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ MV todo.py to-do ആപ്പിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ to-do ആപ്പിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ to-do ആപ്പ്. LS അടിച്ച് കഴിഞ്ഞാൽ todo.py എനിക്ക് വീണ്ടും കാണാൻ പറ്റും. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ todo.py എനിക്ക് റീനെയിം ചെയ്യണം. todo.py റീനെയിം ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സെയിം മൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ MV todo.py എനിക്ക് റീനെയിം ചെയ്യുന്നത് todo.py അടിക്കുക. ഏത് ഫയലാണ് റീനെയിം ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പേരടിക്കുക. എന്ത് പേര് വെച്ചിട്ടാണ് റീനെയിം ചെയ്യണമെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ to_1.py എന്ന് വെച്ചിട്ടാണ് എനിക്ക് മാറ്റണമെങ്കിൽ എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി മൂവ് ചെയ്യാൻ പറ്റും. todo.py to_1.py ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായി. ഓക്കെ, നേരത്തെ നമ്മൾ കോപ്പി ചെയ്തപ്പോൾ എന്ത് ചെയ്യും, പുതിയൊരു കോപ്പി ഉണ്ടായി. പക്ഷേ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഫയലിനെ അതെന്ത് ചെയ്യും, റീനെയിം ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതേ ഫോൾഡറിലോട്ട് തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഡിഫറൻറ്റ് പേര് വെച്ചിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ റീനെയിം ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ, എന്താണ് CP, എന്താണ് പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി, എന്താണ് CD, എന്താണ് MV, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എനിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ to-do, ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഫയൽ ഉണ്ടല്ലോ, to-do copy.py ഉണ്ട്, to_do1.py ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ to-do copy.py എനിക്ക് റിമൂവ് ചെയ്യണം. എനിക്കെൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ അമർത്തുക ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടെർമിനലിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ RM എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡാണ് യൂസ് ചെയ്യുക. RM റിമൂവ് to-do copy.py അടിച്ച് കഴിഞ്ഞാൽ LS അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് പോകും. ഓക്കെ, to_1.py ഉണ്ട്, to-do.txt ഉണ്ട്. ഇപ്പോൾ രണ്ട് ഫയലുള്ളൂ അല്ലേ. ഓൾറെഡി to-do copy പറഞ്ഞിട്ടുള്ള ഫയൽ പോയി കഴിഞ്ഞു, റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എനിക്ക് എന്തെന്ന് വെച്ചാൽ to-do ആപ്പിനകത്ത് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണം. പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ് mkdir, മേക്ക് ഡയറക്ടറി. mkdir മേക്ക് ഡയറക്ടറി എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അതിനുശേഷം ഫോൾഡറിൻ്റെ പേര് കൊടുക്കാം. ഫോൾഡറിൻ്റെ പേര് ഞാൻ ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറാണ് കൊടുക്കുന്നത്. എന്നിട്ട് LS അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡെമോ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ പേര് കാണാൻ പറ്റും. ഇവിടെ ഈ ഫോൾഡറിനെ നീല കളറായിട്ടാണ് കാണുന്നത് അല്ലേ. ഓക്കെ, ഡെമോ എന്ന് പറഞ്ഞ സംഭവം എന്തായിരിക്കും, നീല കളറായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോൾഡേഴ്സിനെല്ലാം ഡിഫോൾട്ട് കളർ എന്തായിരിക്കും, നീല കളറായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന തീമിൽ അങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് നീല കളർ. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ തീമിനനുസരിച്ച് മാറാം, കളർ മാറാം. ഓക്കെ, അപ്പോൾ ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കി. ഇനി എനിക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെമോ എന്ന് പറഞ്ഞ ഫോൾഡറിനെ എനിക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ RM ഡെമോ
അടിച്ചു കഴിഞ്ഞാൽ എറർ വരും, കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഇത് കാണിക്കുക കനോട്ട് റിമൂവ് ഡെമോ ഈസ് എ ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടൊരു എറർ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡെമോ എന്ന് പറഞ്ഞ ഫോൾഡർ എന്താണെന്ന് ഓൾറെഡി എം ടി ഫോൾഡർ അല്ലേ, ടി ഡി ഡെമോ എന്നടിച്ചു കഴിഞ്ഞാൽ ഒരു എം ടി ഫോൾഡറാണ്. എൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഫയൽസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡെമോ എന്ന് പറഞ്ഞ ഫോൾഡറിനെ എനിക്ക് റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ RMDIR ഡെമോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു സംഭവമുണ്ട്, RMDIR യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോൾഡർ എം ടി ആയിരിക്കണം, അതിൽ ഫയലൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ LS അടിക്കുക, അത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡെമോ എന്ന് പറഞ്ഞ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ LS അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, ഡെമോ എന്ന് പറഞ്ഞ ഫോൾഡർ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് പുതിയൊരു ഫയൽ ഉണ്ടാക്കണം, അതായത് സിമ്പിളായിട്ടൊരു എം ടി ഫയൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ് ടച്ച് എന്ന് പറയുന്ന ഫയൽ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്, MKDIR ഡെമോ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി. ഇതിനുശേഷം CD ഇവിടെ LS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെമോ എന്ന് പറഞ്ഞ ഫോൾഡർ കാണാൻ പറ്റും. അതിനുശേഷം ഡെമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡറിനകത്തോട്ട് കടന്നു. ഓക്കെ, LS അടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല, ഡെമോ എന്ന ഫോൾഡറിനകത്ത് ഒന്നുമില്ല. ഓക്കെ, ഇതിനകത്ത് ഒരു പുതിയൊരു ഫയൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടച്ച് എന്ന് പറഞ്ഞിട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പുതിയൊരു ഫയൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് MT ഫയലായിരിക്കും കേട്ടോ. ഓക്കെ, ടച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു MT ഫയൽ ഞാൻ ഉണ്ടാക്കും, ടച്ച് test.txt എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഞാൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് LS അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാണാൻ പറ്റും, test.txt എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ബാക്കിലോട്ട് വന്നു. അതിനുശേഷം LS അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെമോ എന്ന് പറഞ്ഞാൽ ഫോൾഡർ കാണാൻ പറ്റും. ഇനി ഞാൻ RMDIR ഡെമോ എന്ന് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറി നോട്ട് MT എന്ന് പറഞ്ഞൊരു എറർ വന്നു. അപ്പോൾ നമുക്ക് ഒരു RMDIR വെച്ചിട്ട് ഒരു MT ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാൻ പറ്റും, MT അല്ലാത്ത ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ MT അല്ലാത്ത ഏതെങ്കിലും ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ് RM-RF, അതായത് റിക്കേഴ്സീവ്ലി എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ഡെമോ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഈ ഡെമോ എന്ന് പറഞ്ഞ ഫോൾഡർ ഡിലീറ്റ് ആയി, LS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെമോ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, സിംപ്ലി മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കുറേ കമാൻഡ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതെല്ലാം ഞാൻ ഓൾറെഡി നമുക്ക് ലിസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുള്ളത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഓൾറെഡി ഒരു ഫയൽ ഉണ്ടാക്കാൻ പോവാണ്. സോറി, നമുക്ക് വീണ്ടും ഒരു ഡയറക്ടറി ഉണ്ടാക്കാം. അപ്പോൾ MKDIR ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കി. അതിനുശേഷം CD ഡെമോ എന്ന് അടിച്ചു. ഓക്കെ, അതിനുശേഷം ടച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു test.txt എന്ന് എഴുതി. ഓക്കെ, text.txt എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടാക്കി. ഓക്കെ, ഇനി എനിക്ക് ഈ ഫയലിനെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സാധാരണ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് വെച്ചിട്ട് ഇത് എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് എഡിറ്റ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ സിംപ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് എഡിറ്ററാണ് നാനോ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് എഡിറ്റർ. അപ്പോൾ നാനോ text.txt എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും HHH ഓക്കെ, എന്താ വെച്ചാൽ നമുക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അടിക്കുന്നത് ഓക്കെ പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു. നമ്മുടെ ടെക്സ്റ്റ് എഡിറ്ററാണ്. ഇനി എന്തിനും എനിക്ക് സേവ് ചെയ്യണമെങ്കിൽ Ctrl+X അടിക്കുക, Y അടിക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. Ctrl+X എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ സേവ് ഓപ്ഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ വീണ്ടും നമ്മൾ nano.txt അടിക്കുക, എന്നിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യുക. വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഓക്കെ കുറച്ച് എക്സ്പ്ലനേഷൻ മാർക്ക് അടിച്ചു. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എക്സിറ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ്, Ctrl+X അടിക്കുക. Ctrl+X അടിച്ച് കഴിഞ്ഞാൽ സേവ് മോഡിഫൈഡ് ബഫർ എന്ന് പറഞ്ഞ ചോദിക്കും. അപ്പോൾ Y അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫയൽ റീനെയിം ചെയ്യണോ എന്ന് ചോദിക്കും, വേണ്ട നമുക്ക് സെയിം ആയിട്ട് പേരിന് മതി. അപ്പോൾ എൻ്റർ അടിക്കുക, നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നാനോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ LS അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെക്സ്റ്റ് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യുന്നത് വേണ്ട, എനിക്ക് അതിലുള്ള കണ്ടന്റ് കണ്ടാൽ മതി, അതായത് ആ ഫയലിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായാൽ മതി. പക്ഷേ എനിക്ക് ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യുന്നു വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ് കാറ്റ് എന്നുള്ളത്. കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിസ്പ്ലേ ദ ഓൾ കണ്ടന്റ് ഓഫ് ദി ഫയൽ, അതായത് നമ്മൾ ആ ഫയലിനകത്തുള്ള എല്ലാ കണ്ടന്റും നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാറ്റ് എന്നുള്ള കമാൻഡ്. ഓക്കെ, text.txt അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ആ ടെക്സ്റ്റിനകത്തുള്ള ആ ഫയലിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, കാറ്റ് എന്നുള്ളൊരു കമാൻഡ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലത്തെ എല്ലാ കണ്ടന്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, കാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫയൽ ഉണ്ടാക്കാൻ പഠിച്ചു, ഫയൽ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു, ഫയൽ നമുക്ക് എന്ത് കാണാൻ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഇത് വലിയൊരു ഫയലാണ് വിചാരിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഇതൊരു വലിയൊരു ഫയലാണ്, കുറേ ലൈൻസ് ഓഫ് ഫയൽസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കാറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മൊത്തം കാണിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യമില്ല, നമുക്കൊരു പുതിയൊരു വിൻഡോയിൽ നമുക്ക് ഈ ഫയലിനെ കാണിക്കണം. ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് text.txt എന്ന് അടിച്ച് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോയിലായിരിക്കും കാണിക്കുന്നുണ്ടാവും. ഓക്കെ, പുതിയൊരു വിൻഡോയിലായിരിക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നമുക്ക് Q അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമ്മൾക്കിവിടെ ഡെമോ നമ്മൾ ബാക്കിലോട്ട് പോവുകയാണ്. അതിനുശേഷം LL അടിച്ചു. അപ്പോൾ നമുക്ക് todo1.py എന്ന് പറഞ്ഞ ഫയൽ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ കാറ്റ് അടിച്ചു വിചാരിക്കുക, todo_1.py അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫയലിലൂടെ എന്താ നമുക്ക്
കാണിക്കുന്നുണ്ട്. ഫുള്ള് ഇത് എന്ത് ചെയ്യും, അതിലത്തെ എല്ലാ കണ്ടന്റും നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യും, അത് ഷോ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമില്ല, നമ്മളിത് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് നോക്കണം. ഓക്കെ, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്കിതിന് പുതിയൊരു വിൻഡോയിലോട്ട് തുറന്നാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് less_to_do_1 എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വിൻഡോയിലോട്ടായിരിക്കും ജോയിൻ ചെയ്യുക. കണ്ടോ താഴത്തോട്ട് ഒരു കേഴ്സർ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഴത്തോട്ട് ആരോ മാർക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണാൻ പറ്റും. നമ്മൾ പുതിയൊരു വിൻഡോയിലായിരിക്കും തുറക്കുന്നുണ്ടാവുക. നമ്മൾ ഓൾറെഡി ഉള്ള വിൻഡോനെ അത് എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യൂ നടിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യും, ആ വിൻഡോ ക്ലോസ് ചെയ്യും, നമ്മൾ കറൻ്റ് ഉള്ള വിൻഡോയിലോട്ട് വരും. അപ്പോൾ നമുക്ക് ലെസ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ എനിക്ക് ഒരു ഫയലുണ്ട്, ടു ഡു എന്ന് പറഞ്ഞൊരു ഫയലുണ്ട് ഓൾറെഡി അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഫയലിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം സെർച്ച് ചെയ്യണമെങ്കിൽ to_do.py നമ്മൾ ജസ്റ്റ് ഒന്ന് കാറ്റ് ചെയ്യുക. കാറ്റ് to_do_py എന്ന് പറഞ്ഞ സംഭവം. അതിന് എനിക്ക് എന്താ ചെയ്യുക, മെയിൻ എന്ന് പറഞ്ഞ ഫയൽ, മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് സെർച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ grep. ഓക്കെ, അതിനുശേഷം നമ്മളെ ഫയലിൻ്റെ പേര് കൊടുക്കുക. ഫയൽ ഏതായിരുന്നു, to_do1.py അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഡെഫ് മെയിൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഇതിലുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി എനിക്ക് ഈ ഫോൾഡറിനകത്തുള്ള ഏതൊക്കെ ഫയലിനകത്ത് ഈ സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് grep -r. ഓക്കെ, ആൻഡ് നമുക്ക് നമ്പേഴ്സ് കാണാം, അതായത് ലൈൻ നമ്പർ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം. ഓക്കെ, മെയിൻ എന്നിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് to_do1.py നമുക്ക് മെയിൻ കാണാൻ പറ്റും. to_do1.py മെയിൻ എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ കോൾ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. ഇതിൻ്റെ കുറേ കമാൻഡ്സ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കമാൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു സ്പെസിഫിക് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ grep എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഈ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ സിംപ്ലി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് grep എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ to_do1.py എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഈ ഫയലിൻ്റെ ലാസ്റ്റ് ഭാഗം മാത്രമേ എനിക്ക് കാണുള്ളൂ. ഓക്കെ, എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് tail എന്ന് പറഞ്ഞ കമാൻഡ്. tail to_do1.py എന്ന് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തുള്ള കണ്ടന്റ് മാത്രം കാണിച്ചു തരും നമുക്ക്. അങ്ങനെ കുറേ കമാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കമാൻഡ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ അഡീഷണൽ എല്ലാ കമാൻഡ്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ കമാൻഡ്സ് ആയിട്ട് വരും. ഓക്കെ, ബൈ.